സിനിമയുടെ പ്രമേയം കൊണ്ട് പ്രഖ്യാപന സമയം മുതൽ തന്നെ ശ്രദ്ധ നേടിയ ചിത്രമാണ് ദി കേരള സ്റ്റോറി. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുടെ ഗൂഢതന്ത്രങ്ങളെ വെളിച്ചത്തു കൊണ്ടുവന്ന കേരള സ്റ്റോറി സിനിമയ്ക്ക് ഭാരതത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. മെയ് 5-നാണ് ദി കേരള സ്റ്റോറി റിലീസ് ചെയ്തത്. ഇപ്പോഴിതാ ചിത്രം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം, അതായത് 9 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചുവെന്ന് ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശ് ട്വീറ്റ് ചെയ്യുന്നു. ആദ്യ ആഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം രണ്ടാം ആഴ്ചയിൽ വെള്ളിയാഴ്ച 12.35 കോടിയും ശനിയാഴ്ച 19.50 കോടിയും നേടി. ഇന്ത്യൻ ബോക്സ് ഓഫീസ് കണക്കാണിത്. ആകെ മൊത്തം 112.99 കോടിയാണ് ദി കേരള സ്റ്റോറി സ്വന്തമാക്കിയിരിക്കുന്നത്. സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിനം 7.5 കോടി രൂപയാണ് നേടിയത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 2023 100 കോടി കടക്കുന്ന 4ാമത്തെ ഹിന്ദി ചിത്രമായിരിക്കുകയാണ് ദി കേരള സ്റ്റോറി. അതേസമയം ദി കേരള സ്റ്റോറി സിനിമയെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദ സംഘടനകൾക്കൊപ്പം നിൽക്കുന്നവരാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. Every political party that stands in opposition of this film stands with terrorist organizations. That is my belief as a parent. This film depicts entrapment of young women, forcible conversion of young women so that they can be trapped by terrorist organizations. Those political organizations that disallow citizens of our country from viewing this are standing in support of such terror methods. My appeal to parents, society at large, is that this film is a wake-up call. It is not infotainment. It is not entertainment. ഈ സിനിമ ഒരു മുന്നറിയിപ്പാണ്, അല്ലാതെ സാധാരണ വിനോദത്തിനു വേണ്ടിയുള്ളതല്ലെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചിത്രത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു.